ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കുകയാണേ. നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. അത് 1 കിലോ ചാളയ്ക്ക് ഇതിപ്പോൾ വെട്ടി കഴിയിട്ട് 3/4 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോ ചാളയ്ക്ക് മേലുണ്ടായിരുന്നു. പിന്നെ ഒരു 2 നേന്ത്രക്കായ, പച്ചക്കായില്ലേ, ഇതുപോലെ വലുതല്ല, കാണിച്ചേ, ഇതുപോലത്തെ 2 നേന്ത്രക്കായ, അത് അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേ. അല്ല, അതിന് കറയുണ്ട് കായ്ക്ക്. പിന്നെ നമുക്കിത് തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഇടത്തരം 1 മുറി തേങ്ങ ചിരിക്കരുതേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞുള്ളിയില്ലേ, അതൊരു 5-6 ഉള്ളി അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഉള്ളിയും കൂടെ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. നമുക്ക് സ്റ്റൗ ആണേ, ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടിയേ. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു സവാള അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തുപോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 കറിവേപ്പില അത് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. നല്ലതുപോലെ ഒന്നും വഴന്ന് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവോള, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ 1 മിനിറ്റ് ഒന്ന് താഴെ ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് ഇതിനകത്ത് ഈ അരിഞ്ഞ് കൈയെടുത്ത് വെച്ചേക്കുന്ന നേന്ത്രക്കായില്ലേ, അതിട്ട് കൊടുക്കാം. ഈ ചാള മുളകിട്ടൊക്കെ പറ്റിച്ചെടുക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, തീ ഞാൻ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഒരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. നിങ്ങളുടെ എരിക്കനുസരിച്ച് ഞാനിത് പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എരിയുള്ള പച്ചമുളകാണ്. ഈ സിമ്മിലാക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് വലിയ 3 തക്കാളി അരിഞ്ഞതേ, അത് ഇട്ട് കൊടുത്ത്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് സിമ്മിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ സിമ്മിൽ കിടക്കുകയാണ്, ഇങ്ങനെ കിടക്കട്ടെ. 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം.
അടച്ചിട്ടാൽ നോക്കേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കാം. ഈ സിമ്മിലായിരുന്നു കിടക്കുന്നത്. ഇത്രയും മതി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ അരച്ചുകൊണ്ട് വന്ന തേങ്ങയില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ജാറ് കഴുകി ഒഴിക്കാം. അതിനുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കേ. കുറേ കൂടെ വെള്ളം ഒഴിക്കാം. ഇത് മതിയേ. ഇതൊന്ന് തിളച്ച് വെക്കട്ടെ. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ ഫുള്ളിൽ തന്നെ വെച്ചേക്കാണ്. നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം ഇതൊരു 2 മിനിറ്റിക്ക് ഈ തീ തന്നെ ഇങ്ങനെ കിടന്നങ്ങ് തിളയ്ക്കട്ടെ. 2 മിനിറ്റ് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളച്ചേക്കാൻ നോക്കാം. 2 മിനിറ്റോളം ആയേ. നല്ല തിളച്ച് കിടക്കുകയാണ് ഈ തീയിൽ. ഇനി ഇതിനകത്ത് ഒരു 2 കഷ്ണം കുടമ്പുളി, ഒരു കുടമ്പുളി തന്നെ 2ആയിട്ട് കീറിയെടുത്തേ. നിങ്ങൾക്ക് പുളിക്ക് വേണമെന്നുള്ളവർക്ക് തോനയിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതിനകത്ത് ഈ മീനില്ലേ അതിട്ട് കൊടുക്കേ. അപ്പോൾ ഇതിട്ട് തവിയിട്ടൊന്ന് ഇളക്കാം. അതെ, ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം മീനിട്ടപ്പോൾ തിളവൊന്ന് നിന്നേ. ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്കിത് മീഡിയത്തിനും താഴെ, സിമ്മിലിടണ്ട, മീഡിയത്തിനും താഴെ ഇട്ട് ഒരു 8-9 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കേ. ഒന്ന് തിളച്ച് കിട്ടട്ടെ. നമ്മുടെ മീൻ കറി നോക്കാം. ഇപ്പോൾ ഒരു 9 മിനിറ്റോളം കഴിഞ്ഞേ. ഓക്കെ, ഇത് മണമായത് നല്ല മണം. ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കേ. ഓക്കെ, അത് കറി നല്ല കുറുകി ആ ചാറൊക്കെ വറ്റി. ഓക്കെ, എന്നാൽ അധികമൊന്നും വറ്റി പോയിട്ടുമില്ല. ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പുണ്ട് ഒന്ന് നോക്കട്ടെ. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കാം. ഓക്കെ, ആ മീനൊന്നും ഉടഞ്ഞിട്ടില്ലേ. ഇനി ഇതിനകത്ത് ഒരു 7 പച്ചമുളക് 2ആയിട്ട് കിടന്നത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 കറിവേപ്പില തട്ടോടുകൂടി ഇടാം. ഞാൻ എതിർത്തിട്ട് കൊടുക്കേ. അങ്ങനെ കിടന്നു. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ കറി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുക്കേ. നമ്മുടെ കറി നോക്കേ. 3-4 മിനിറ്റ് കഴിഞ്ഞു. എന്നാലും ചൂട് പോയി കാണത്തില്ല. കാര്യം വിശപ്പൊക്കെ തുടങ്ങി. ഓക്കെ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഓക്കെ.
എനിക്ക് മീനൊന്നും ഇനിയിപ്പം ഞാനിട്ട് ഉടയ്ക്കുന്നേ ഉണ്ട്. ഇതുവരെ ഒന്നും ഉടഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റോടുള്ള കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെനിക്ക് പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ പുളി വേണ്ടവർക്ക് തോനെ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് തക്കാളി മാത്രം ഇട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഞാൻ താഴോട്ടെടുത്ത് വെക്കാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കാണിക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടൊരു ചാളക്കറി, പച്ചക്കായും ഒക്കെ ഇട്ട് വെച്ച ഒരു ചാളക്കറിയാണ് ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുടംപുളി ഇടണം. കുടംപുളി വേണ്ടാത്തവർക്ക് പിഴുപുളിയാണെങ്കിലും ഒഴിച്ചു കൊടുക്കേ. ഇതിന് കുടംപുളിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.